ഡാം ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് മാൽവെയർ ആണ്. ഈ ഒരു മാൽവെയർ ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ കൊണ്ടുവരുത്തും. ഡാം എന്ന് പറയുന്ന മാൽവെയർ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസറാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയർ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൾ റെക്കോർഡ്, കോൾ ഹിസ്റ്ററി, നിങ്ങളുടെ ഗാലറി, നിങ്ങളുടെ മറ്റു തരത്തിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയറിന് അടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. നാഷണൽ സൈബർ സെക്യൂരിറ്റിയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വിവരം പുറത്തുവിട്ടുള്ളത്. ഈ ഒരു ഡാം എന്ന് പറയുന്ന ഈ ഒരു മാൽവെയർ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കയറി കഴിഞ്ഞാൽ ആൻറ്റിവൈറസ് പ്രോഗ്രാമുകളെ അടക്കം ബൈപ്പാസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയറിന് പറ്റും. അതായത് ആൻറ്റിവൈറസ് പ്രോഗ്രാമുകളൊക്കെ പോലും മറികടക്കാനുള്ള ഒരു കഴിവ്, ഒരു ശേഷി ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയറിനുണ്ട്. അതുപോലെ തന്നെ നമ്മളറിയാതെ നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യും, നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫയലുകളും മറ്റുള്ള കാര്യങ്ങൾക്കും അപ്ലോഡ് ചെയ്യും, ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് മാൽവെയർ ആണ് ഡാം എന്ന് പറയുന്ന ഒരു മാൽവെയർ. അതേപോലെ തന്നെ ഡാം എന്ന് പറയുന്ന ഈ ഒരു മാൽവെയർ നമ്മുടെ ഡാറ്റകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുകയും എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ നിങ്ങൾക്ക് അൺഎൻക്രിപ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഡാം എന്ന മാൽവെയർ തന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ അത് വഴി നമ്മൾ അത് തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടുകൾക്ക് നമ്മുടെ ഡാം എന്ന് പറയുന്ന മാൽവെയർ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ പല ആളുകളും പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ക്രാക്ക്ഡ് വേർഷൻ, ഇപ്പോൾ വാട്സപ്പ് ആയാലും മറ്റുള്ള പല ആപ്ലിക്കേഷൻ ആയാലും അതിൻ്റെ ക്രാക്ക്ഡ് വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ പല ക്രോമിൽ പോയിട്ട് പല സൈറ്റുകളും കയറിയിട്ട് നമ്മളെ പല ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇതുവഴി ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയർ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. അൺനോൺ ആയിട്ടുള്ള കുറേ വെബ്സൈറ്റുകൾ ഉണ്ടാവും. ഈ ഒരു വെബ്സൈറ്റിലൊക്കെ പോയി സൈൻ ചെയ്യുക, ലോഗിൻ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ചില APK ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറയും. ഈ ഒരു APK ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അതുവഴി ഈ ഡാം എന്ന് പറയുന്ന മാൽവെയർ ഇഞ്ചെക്റ്റ് ചെയ്യാനും വളരെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പല ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അൺനോൺ ആയിട്ടുള്ള കുറേ ലിങ്കുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് വാട്സപ്പ് വഴി. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാട്സപ്പിൽ വളരെ വലിയൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഒരു സ്കാം. ഈ ഒരു സ്കാമിലൂടെ വളരെ ആളുകൾ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ലിങ്കുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാത്ത ലിങ്കുകൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൈറസുകളും ഡാം എന്ന് പറയുന്ന മാൽവെയറൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കയറാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡാം എന്ന മാൽവെയർ നമ്മളറിയാതെ ചില ആപ്ലിക്കേഷൻ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഈ ഒരു ഡാം എന്ന് പറയുന്ന മാൽവെയറിന്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡാം എന്ന മാൽവെയർ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു സൂചന പോലും, ഒരു ഹിൻറ്റ് പോലും നമ്മുടെ മൊബൈൽ ഫോൺ ഈ ഡാം എന്ന് പറയുന്ന മാൽവെയറിന് നമ്മുടെ പാസ്വേഡുകൾ തട്ടിയെടുക്കാനും അതേപോലെ തന്നെ പാസ്വേഡ് റിപ്ലേസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ഗാലറി, മറ്റ് പെർമിഷൻ കാര്യങ്ങളൊക്കെ ആക്സസ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാ ആളുകളും ശ്രദ്ധിക്കാം. മറ്റു പല ആപ്ലിക്കേഷനിലും നമ്മളറിയാത്ത സൈറ്റുകളിലും ലിങ്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഡാം എന്ന് പറയുന്ന മാൽവെയർ നമ്മൾ ആരും മൊബൈൽ ഫോണിൽ കയറാതിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.